ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ചൊന്ന് സമയം ലേറ്റ് ആയിട്ടുണ്ട്. 6:26 ആയിട്ടുണ്ട്. വണ്ടി നമ്മൾ ഇങ്ങോട്ട് അടിക്ക് താഴേക്ക് ഇറക്കിയിട്ടൊക്കെയായിരുന്നു കഴുകാനായിട്ട്. ഒക്കെ കഴുകി ക്ലിയർ ആക്കിയിട്ടുണ്ട്. എയർ കുറച്ച് കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഫ്രണ്ടിൽ. വൈപ്പറും പാടെ താത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പഴയ പോലെ പഴം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 0 ആക്കിയിട്ടുണ്ടായിരുന്നു കിലോമീറ്റർ. CNG ഒരു 6-7 അട്ടുണ്ട്, പെട്രോൾ ഒരു 2 അട്ടിയുണ്ട്. അപ്പോൾ ഓക്കെ, ഊബർ ഓൺ ആക്കട്ടെ. 6:28 അതിൻ്റെ സമയം. ആദ്യം നമുക്ക് ഇന്നലെ ലീവായിരുന്നില്ലേ, അപ്ഡേഷൻ എന്തെങ്കിലും നോക്കാം. ഊബർ ഡ്രൈവർ ആപ്പിന് അപ്ഡേഷൻ അല്ല, റാപ്പിഡോ ക്യാപ്റ്റന് അതും അപ്ഡേഷൻ അല്ല. അപ്പോൾ റാപ്പിഡോ ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ റാപ്പിഡോ ഓൺ ആയിട്ടുണ്ട്. ഇനി പോണേ ഊബർ ഓൺ ആക്കുക. അമ്മി അവിടെ റേഞ്ചില്ല, അതുകൊണ്ട് മേലെ കയറ്റി വെച്ച്. അപ്പോൾ മേലെ നിൽക്കണമില്ല. ഊബർ ഓണാവൂ. ഊബർ ഓണായിട്ട് വേണം ചാടിക്കാൻ പോകാനായിട്ട്. ഓക്കെ, ഊബർ ഓണായിട്ടുണ്ട്. വണ്ടി ഇന്നലെ ശരിക്കും കഴുകി, അകവും പുറമൊക്കെ ഉഷാറായിട്ട് കഴുകിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ മാറ്റ് ഉണങ്ങിയിട്ടില്ല. ഇതുണ്ടോ, അതെന്ത് സംഭവം ചോദിച്ചാൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് കഴുകിയതിന് ശേഷം മാറ്റ് നമ്മൾ ഓടും പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യും, അതിൻ്റെ മുമ്പ് വെയിലട്ടിയാൽ ഉണങ്ങും, പിന്നെയും മഴ പെയ്യും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് നനഞ്ഞാണ്ടാണ് കിട്ടിയത്. കാരണം ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു, രാവിലെ പെരുമഴ ഉണ്ടായിരുന്നു രാത്രിയൊക്കെ. അപ്പോൾ ഈ രാവിലെ ഒന്ന് നേരം വെളുക്കാൻ നേരത്താണ് മഴ ഒന്ന് നിന്ന് കണ്ടോ, റോഡൊക്കെ നനഞ്ഞ് കിടക്കണേ. അപ്പോൾ നല്ല മഴ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാറ്റിൻ്റെ ജസ്റ്റ് വണ്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ജസ്റ്റ് തുടച്ചിട്ടുണ്ട്. മേൽഭാഗം പിന്നെ കടന്ന് ഇങ്ങനെ ഉണങ്ങിക്കോളും. അപ്പോൾ ഇനി ഇവിടെ മുണ്ടമ്പാലം എത്തിയിട്ടുണ്ട്. ഇവിടെ ചായ അടിക്കട്ടെ വേഗം. ഫസ്റ്റ് ട്രിപ്പ് ഒരു ഹോർലിക്സ് കുടിക്കുക, പഴം കഴിക്കാൻ തുടങ്ങുക. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇനി മേരി ആട്ടോ കസ്റ്റമറുടെ പേര്. 450 മീറ്ററും കൂടി ഉള്ളു പിക്കപ്പ്. അതെന്താ വെച്ചാൽ 3ാമത്തെ ട്രിപ്പാണിത്. ആദ്യം നമുക്കൊരു മേച്ച ട്രിപ്പ് വന്നു, അത് കിട്ടിയില്ല. അത് 240 എത്ര രൂപയുടെ ട്രിപ്പായിരുന്നു. പിന്നെ റാപ്പിഡോയിൽ ഒരു 280 എത്ര വന്നു, അതും കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ വന്നതാണ് ഇത് എത്ര 214. ചെറിയ ട്രിപ്പാണ്, എന്നാലും മാച്ചായിട്ട് തന്നെ വേഗം കിട്ടിയിട്ടുണ്ട്. മേരിയാണ്. അപ്പോൾ ഇവിടെ കസ്റ്റമറുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഈ 2 പേരായിരുന്നു കസ്റ്റമർ ഉണ്ടായിരുന്നത്. നമുക്ക് പോരുന്ന വഴിക്ക് വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. പക്ഷെ 3.2 പിക്കപ്പ് ഒരു റെനി. ഇതിപ്പോൾ എവിടെ നിന്നാണ്, മാമംഗലത്താണ് കിടക്കുന്നത്, പാലാരട്ട ഭാഗത്താണ്. അത്ര പോകണം. അതിപ്പോൾ എന്താ ഇങ്ങനെ ലോങ് നിന്ന് അടിച്ചതെന്നാവും. അത് നമ്മളാ ടൗൺ ഹാള് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് അടിച്ചത്. നമുക്ക് ഇതിപ്പോൾ എടുക്കാൻ പോണ ട്രിപ്പേ, പിന്നെ ഇത് ഡ്രോപ്പ് എത്ര കിലോമീറ്റർ ഉണ്ട് ഞാൻ നോക്കിയില്ല. 122 രൂപയുടെ ട്രിപ്പാണ്, ചെറിയ ട്രിപ്പാണ്. ഇനി ഡ്രോപ്പും 4-5 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതൊരു നഷ്ടമാവും. കാരണം ഇപ്പോൾ 3 കിലോമീറ്ററോളം പിക്കപ്പ് ഉണ്ട്. ഇനി അതൊരു 4 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അപ്പോൾ 122 രൂപയൊക്കെ നഷ്ടമാണ്. വേറെ സംഭവം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഈ കൊടുന്ന ട്രിപ്പിൽ 2 ആളും 2 സ്റ്റോപ്പിൽ നിന്നാണ് കയറിയത്. അപ്പോൾ ആദ്യം ഒരാൾ കയറി, രണ്ടാമത്തെ ആളത് DLF എന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ എന്നോട് അത്യാവശ്യം വയസ്സായിക്കണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ആഡ് സ്റ്റോപ്പ് അടിച്ചിട്ടില്ല, അതൊന്ന് അടിച്ചു ചോദിച്ചിട്ട് എനിക്ക് ഫോൺ തന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, DLF G ബ്ലോക്ക് എന്നിട്ട് G ബ്ലോക്ക് എന്നാണ് എടുക്കേണ്ടത്. G ബ്ലോക്ക് കൊടുത്ത് ഊബർ ട്രിപ്പ് അപ്ഡേറ്റ് ചെയ്ത്. അപ്പോൾ ഇന്ത്യക്ക് അപ്ഡേഷൻ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് 2000 സംതിങ് കിലോമീറ്റർ കണക്കണേ. സമയം എത്ര ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നോക്കുമ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ വീണ്ടും മിനിമൈസ് ചെയ്തിട്ട് സാധനം എടുത്ത് നോക്കി, അപ്പോൾ 2000 കിലോമീറ്റർ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇത് DLF ഹരിയാനയിൽ ഒന്നുണ്ട്, അവിടേക്കാണ് ഇത് ഡെസ്റ്റിനേഷൻ അയക്കണേ. മാപ്പൊക്കെ ചെറുതായിക്കണേ, ഭൂപടം അങ്ങനെ വന്നിക്കണേ. അപ്പോൾ എന്താ അത്രയും ലോങ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് DLF കിട്ടി. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയത്, 208 രൂപയായിട്ട് കിട്ടിയത്. ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി, ടോട്ടൽ 12.70 കിലോമീറ്റർ ഓടി. പൈസ കൂടിയില്ലല്ലോ. അതെന്തോ ഒരു സംഭവം സംഭവിച്ചു. ആഡ് സ്റ്റോപ്പ് അടിച്ചപ്പോൾ സാധാരണ ആഡ് സ്റ്റോപ്പ് അവരിൽ അടിക്കുമ്പോൾ നമ്മളിൽ ക്യാഷ് കാണിക്കും, അവരിലും ക്യാഷ് കാണിക്കും. ഇത് ക്യാഷ് ഒന്നും കാണിച്ചില്ല. അപ്പോൾ ഞാൻ കരുതി ഓട്ടോമാറ്റിക്കലി കൂടിക്കോളെന്ന് കരുതി. അപ്പോൾ 12.70 കിലോമീറ്റർ ഓടിയിട്ട് 208 രൂപ കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര നഷ്ടമായി. അപ്പോൾ ഈ ട്രിപ്പും അങ്ങനെ എന്തെങ്കിലും നഷ്ട ട്രിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂഞ്ചും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കസ്റ്റമറിനൊന്ന് വിളിച്ചു വെച്ച് നോക്കട്ടെ. ഹലോ, ഇല്ല ഞാൻ നോർത്തിലാണ്. 10 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 10 മിനിറ്റ് കാണിക്കുന്നുണ്ടോ? ഓക്കെ, വരാൻ പറ്റുമോ? വരണമെങ്കിൽ എവിടേക്കാ ഡ്രോപ്പ് എടുക്കാം? ഭവൻ സ്കൂൾ. അതെവിടെ? അയളമക്കര. ഓക്കെ, ഞാൻ വരാം. കുഴപ്പമില്ല, പോവാണെങ്കിൽ പോട്ടെ. 122 രൂപ, 2.8 കിലോമീറ്റർ അടഞ്ഞ് പിക്കപ്പുള്ളത്. അപ്പോൾ കുഴപ്പമില്ല. ചിലപ്പോൾ ഇവിടെ കടന്നാൽ ഈ കടത്തങ്ങനെ കിടക്കേണ്ടി വരും റെയിൽവേ സ്റ്റേഷനിൽ.
എളമക്കര ഭവൻസ് സ്കൂളാണ്. ഭവൻസ് ഇപ്പോൾ എവിടെ എനിക്ക് കിട്ടണില്ല. എളമക്കര അല്ലേ പറഞ്ഞാൽ എളമക്കര. മാമംഗലത്ത് നിന്ന് പിക്കപ്പും എളമക്കര ഡ്രോപ്പും. ചോയ്സ് പാർക്കിലകത്ത് കയറിയിട്ട് ഫസ്റ്റ് റേറ്റ് എടുത്തു. 15ാമത്തെ വീട്ടിലുണ്ട്. ആ ഓക്കെ ഓക്കെ. ഓരോരോ തേങ്ങാള്. ഞാൻ ഇവിടെ വന്ന് കയറിയൊന്നും ഒരു കണ്ടുള്ളൂ. ഇതാണ് 15ാം നമ്പർ വീട്. കണ്ടോ ഈ മിനി കൂപ്പറുള്ളത്. നമ്മൾ കെജിട്ടാണ്ട് അവിടെ ഒരു വണ്ടി ഉണ്ടായി കൂടിയൊക്കെ കെജിട്ടുണ്ട് കയറിയിട്ട്. ഞാൻ ഇവിടെ ചോയ്സ് പാർക്കിന് കയറി പറഞ്ഞിട്ട് ആള് വിശ്വാസമല്ല. നിങ്ങൾ കയറിയില്ല. അപ്പോൾ ആളിപ്പോൾ എവിടെയെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കയറി വന്ന് വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ കരുതി ഇത് ഡ്രോപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ് കരുതി. ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഈ ചോയ്സ് പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്കാണ് ഡ്രോപ്പ് കരുതി. അവിടെ വേക്കിൽ 2-3 കുട്ടികളെ കാണുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും. അങ്ങനെ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഈ 2 സ്കൂൾ കുട്ടികളായിരുന്നു. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ വണ്ടി ജസ്റ്റ് സൈഡാക്കിയല്ലോ. ആ സൈഡാക്കണ സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് ഞാൻ ഇങ്ങനെ വണ്ടീനെ എടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേഗം വന്ന് ലെഫ്റ്റിക്ക് ഒറ്റ ചെരിക്കൽ. ചെറുതായിട്ട് ആ ഫ്രണ്ടത്തെ ബമ്പറുമ്പോൾ കളറായിട്ടുണ്ട്. പച്ച കളറ് പോയിട്ടില്ല. ആളെ കളർ ഇങ്ങോട്ട് തിരിച്ചയക്കുകയാണ്. എന്നിട്ട് ആള് ഈ സ്കൂളിൽ തന്നെയാണ്, നമ്മളെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത സ്കൂളിൽ തന്നെയാണ് ആൾക്കും ഡ്രോപ്പ് ചെയ്യാനുള്ളത്. വേഗം ഒടിച്ച് നിർത്തി ഇന്നെ ജസ്റ്റ് ഒന്ന് നോക്കി. എനിക്ക് തോന്നിയ ആൾ നോട്ടം കണ്ടപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടാണ്ട വണ്ടി നിർത്താൻ ചാൻസ് കുറവാ. വേഗം ഫോൺ എടുത്ത് ഇറങ്ങണതിന് മുമ്പേ ഞാൻ ഡോറ് തുറന്നപ്പോൾ ആളെ ഒറ്റ പോക്ക്. വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. കളറ് പോയിട്ടൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലൊരു പണി കൊടുക്കാം. പോലീസ് സ്റ്റേഷനിൽ പോയി നല്ലൊരു കംപ്ലൈൻറ്റും കൊടുത്താൽ വണ്ടി നമ്പർ കിട്ടിയിട്ടുണ്ട്. തന്ത എന്ത് ചെറ്റത്തര കാട്ടിയേ. വണ്ടി നമ്പർ കിട്ടിക്കണോ ഉണ്ടോ? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കി നോക്കട്ടെ. പിന്നെ ഒരു മാസ്ക് ഒക്കെ ഇട്ടാണ്ട് എനിക്ക് തോന്നണേ വല്ല റെൻ്റ് വണ്ടി എന്തായാലും ആയിരിക്കും. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ബമ്പർ മാറാനുള്ളതാണ് അടുത്തതിൽ. അതുകൊണ്ട് വലിയ വിഷയമില്ല. മാറിയുമ്പോൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലാണ് പണി. കാരണം പുതിയത് മാറിയിട്ട് അത് നമ്മളെ റൈറ്റ് സൈഡ് തന്നെയാണ്. പക്ഷേ എങ്കിൽ ബമ്പർമേണ് തട്ടിയത്. അയാൾ നമ്മൾ വണ്ടി എടുത്ത ഉടനെ ലെഫ്റ്റിക്ക് ഇങ്ങനെ ചെരിഞ്ഞു. ആൾക്കാണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാരി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഓടിഞ്ഞത്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു ഇത്തിരി ഭാഗം തട്ടിയിട്ടുള്ളൂ പച്ച കളറ്. ഇപ്പം നമ്മൾ ഡ്രോപ്പ് ചെയ്ത ട്രിപ്പ് 2 സ്കൂൾ കുട്ടികളായിരുന്നു. അതെന്താ വെച്ചാൽ അവർ ഇന്നലെ രാത്രി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. റിസർവേഷൻ ട്രിപ്പാണിത്. അതുകൊണ്ടാണ് നമുക്ക് പിക്കപ്പ് ലോങ്ങിലായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇത് രാത്രി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ചില ഡ്രൈവർമാർ ഇങ്ങനെ ക്യാൻസൽ ചെയ്യലുണ്ട്. രാത്രി അപ്പോൾ ബുക്ക് ചെയ്യും, പിന്നെ രാവിലെ ആ സമയമാകുമ്പോൾ വേറെ എവിടെയിലാണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ്. ആകെ 1.5 കിലോമീറ്റർ എന്തോളം ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ലാഭമായി, കുഴപ്പമില്ല. പിക്കപ്പ് ഒരു 3.something കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഡ്രോപ്പ് 1.5 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ മാക്സിമം ഒരു 5 കിലോമീറ്ററിൽ 120 രൂപ വലിയ നഷ്ടമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഏതായാലും അത് ഡ്രോപ്പ് ചെയ്ത ഉടനെ ഓരോ വണ്ടി വന്നിട്ട് വരുത്തി. ഇപ്പോൾ നമ്മൾ ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ബസ് സ്റ്റാൻഡിലാട്ടുള്ളത്. കളമശ്ശേരി നഗരസഭ ബസ് സ്റ്റാൻഡ്. നമ്മൾ നേരത്തെ ട്രിപ്പിന് ശേഷം 6 ട്രിപ്പ് എടുത്തിട്ടുണ്ട് ടോട്ടല്. അവിടുന്ന് നമുക്ക് കളമശ്ശേരിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ഓട്ടോറിക്ഷ തട്ടിന് ശേഷം. അവിടുന്ന് നമുക്ക് റാപ്പിഡോയിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കാക്കനാട്ടേക്ക്. അവിടുന്ന് തൃപ്പൂണിത്തറക്ക് ഊബറിലടിച്ച്, പിന്നെ അവിടുന്ന് നേരെ ചിറ്റാറ്റുകര വീണ്ടും കാക്കനാട്ടേക്ക് അടിച്ച്, അവിടുന്ന് പിന്നെ മരടയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ച് 191. അവിടുന്ന് അടിച്ച ട്രിപ്പാണ് ഇപ്പോൾ ലാസ്റ്റ് പോകുന്നത്. ഈ ട്രിപ്പ് ഇതിന് മുമ്പ് ഒരു വട്ടം വന്ന് അപ്പോൾ തന്നെ ക്യാൻസലായി, വീണ്ടും വന്ന് അത് നമുക്ക് അക്സെപ്റ്റായി. 423 കേട്ടോ ടോട്ടൽ ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. 430 വന്നിട്ടുണ്ട്. 294 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 18 കിലോമീറ്റർ. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയേക്കാണ്. ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ, കാരണം നല്ലൊരു തലവേദന ഉണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. സമയം 11:35 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഊബറിൽ ഓടിയത് 1409 രൂപ കേട്ടോ ഊബറിൽ ഓടിയത്. അപ്പോൾ ഏതായാലും പോയി ഒരു ചായ അടിക്കട്ടെ വേഗം. അപ്പോൾ നമുക്ക് ഒരു 12 മണിയായപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. യാത്രയിലാട്ട് അടിച്ചിരിക്കണേ. ഇനി 1 കിലോമീറ്ററും കൂടി ഉണ്ട് പിക്കപ്പ്. അഞ്ജനയാണ് കസ്റ്റമറുടെ പേര്. അപ്പോൾ യാത്രയിൽ ഒരു ട്രിപ്പ് പോയി, റാപ്പിഡോയിലൊരു ട്രിപ്പ് പോയി, ഊബറിലും ട്രിപ്പ് ആയിരുന്നു. ഇന്ന് 3ലും ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പോയി അഞ്ജനെ പോയി പിക്ക് ചെയ്യട്ടെ. എവിടേക്ക് ഡ്രോപ്പ് ഞാൻ നോക്കിയില്ല. 8 കിലോമീറ്റർ ഉണ്ട്, 197 രൂപയുണ്ട്. ഇതിൽ കാണിക്കുന്നുണ്ട് എടപ്പള്ളിക്കാട്ടോ. യാത്രയിൽ പിന്നെ പിക്കപ്പും പിന്നെ എത്ര പൈസ ഡ്രോപ്പ് എടുക്കാൻ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. ഊബറിൽ അങ്ങനെയല്ല. ഊബറിൽ നമ്മൾ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ, ഊബറിലും റാപ്പിഡോയിലും ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പോവേണ്ട ലൊക്കേഷൻ കാണിക്കും, പിന്നെ പിൻ നമ്പർ, എന്നിട്ടാണ് നമുക്ക് പോവേണ്ട ഡ്രോപ്പ് ചെയ്യേണ്ട ലൊക്കേഷൻ കാണിക്കുള്ളൂ. ഇതിലങ്ങനെയല്ല. ഇതിലെല്ലാം പിക്ക് ചെയ്യുമ്പോഴത്തേനൊക്കെ കാണിക്കും. ട്രിപ്പ് അക്സെപ്റ്റ് ആയി കഴിഞ്ഞാലും ഒക്കെ കാണിക്കും. അങ്ങനെ നമ്മളെ യാത്രി കസ്റ്റമറേയും ഡ്രോപ്പ് ചെയ്തിട്ടോ. ഒരു എടപ്പള്ളി ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് കിട്ടിട്ടോ, ഒരു ചെറിയ ട്രിപ്പ്. ആദ്യം വന്നപ്പോൾ കിട്ടിയില്ല. ഇപ്പോൾ വീണ്ടും ആ മാച്ച് ട്രിപ്പായിട്ട് വന്നിട്ടുണ്ട്. സത്യ
എന്തോ 2 കിലോമീറ്റർ എന്തോ ഉള്ളൂ ഡ്രോപ്പ് ഉള്ളൂ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ലുലു തന്നെ ആയിരിക്കും പിക്കപ്പ് ഉണ്ടാവുക. നോക്കട്ടെ. ലുലു NH മെയിൻ എക്സിറ്റ്. അത് ക്യാൻസൽ ചെയ്ത്. ഇനി അത് വീണ്ടും വരും നോക്കിക്കോ. ഇതാ വരുന്ന ട്രിപ്പ് വീണ്ടും. ഇതിപ്പോൾ 3ാമത്തെ വട്ടമാട്ടോ വരുന്നത്. ഇത് അക്സെപ്റ്റ് ആവുന്നുണ്ട് നോക്കട്ടെ. ഈ ചേച്ചി എന്തിനാ പിന്നെ ബുക്ക് ചെയ്യണാവോ? ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുക. എനിക്ക് തോന്നുന്നത് എന്താണെന്നോ, ഊബർ ഗോൻ്റെ വണ്ടി ബുക്ക് ചെയ്തിട്ട് ആൾക്ക് ഡിസയർ വേണ്ടി വരും ചിലപ്പോൾ. അത് കിട്ടിയില്ല. ഈ ഡിസയർ വണ്ടികൾ കുറേ ഊബർ ഗോൻ്റെ ഇത് ഓടുന്നതുകൊണ്ടേ അപ്പോൾ ഈ കസ്റ്റമറിന് ലാഭമാണ്. കാരണം ഡിസയർ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ തന്നെ ഊബർ ഗോ ബുക്ക് ചെയ്താൽ തന്നെ ഡിസയർ കിട്ടട്ടെ. അപ്പോൾ അങ്ങനെയും ചിലവിൽ ഇതെന്താണോ, ലുലുന്ന് കുറേ സാധനങ്ങൾ ചിലപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് ഊബർ ഗോൻ്റെ റേറ്റിന് വണ്ടി ബുക്ക് ചെയ്യണം, എന്നിട്ട് സെഡാന് വേണം. ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. നാളെ നമുക്ക് ഏതൊരു കോട്ടയത്തേക്കൊക്കെ ഇൻ്റർസിറ്റി ട്രിപ്പ് അടിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. 3-4 വട്ടമാണ് ക്യാൻസൽ ചെയ്തത്. ഞാൻ ആ ലൊക്കേഷൻ നമുക്ക് ആദ്യമേ കിട്ടും ഒരു വട്ടം ട്രിപ്പ് അടിക്കുമ്പോൾ തന്നെ. ഞാൻ ആ ലൊക്കേഷനിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള വണ്ടി ഞാനാണ് എപ്പോഴും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അടിച്ചു അന്ന് ആ കോട്ടയത്തിൻ്റെ. അതുകൊണ്ട് ഞാൻ അന്ന് ചോദിച്ചു നോക്കി പോലും പറഞ്ഞു, ഞങ്ങൾ ഡിസയറാണ് നോക്കണത്. ഡിസയർ നോക്കണമെങ്കിൽ ഡിസയർ ബുക്ക് ചെയ്യണം. ഇത് ഊബർഗോ ബുക്ക് ചെയ്തിട്ട് അവർക്ക് ഡിസയർ വേണം. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ അടിക്കണ്ടാവുക. എന്തായാലും ഇപ്പോൾ വീണ്ടും വന്നിട്ടില്ല. 3 വട്ടം വന്നു 102 രൂപയുടെ ട്രിപ്പ്. സെക്യൂരിറ്റിക്കാരന്മാർ വന്നിട്ട് ചീത്ത പറയോളം നമ്മളിവിടെ നിൽക്കും. ട്രിപ്പ് അടിക്കോളം നിൽക്കും. ട്രിപ്പ് അടിക്കോളം അല്ല, സെക്യൂരിറ്റിക്കാരന്മാർ ആരെങ്കിലും വരട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെന്താ ഇവിടെ ഒരു വലിയൊരു പരിധി. ഇത് പുതിയ പരിപാടിയാണല്ലോ. അപ്പോൾ CNG ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 2 വട്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് ട്രിപ്പൊന്നും അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പത്തരിപ്പാലം പോയിട്ട് CNG അടിക്കുക. നമ്മളെ സെക്യൂരിറ്റിക്കാരൻ പോകാൻ പറഞ്ഞു. എന്നോട് കൂടെ എന്നാണ്ട് എന്തോ ചോദിച്ചു, ബുക്കിംഗ് ആണ് ചോദിച്ചു. അല്ല ബുക്കിംഗ് അല്ല, വെയിറ്റിംഗ് ആണ് പറഞ്ഞു. അപ്പോൾ ആൾ ചിരിച്ചാണ്ട് പോകാൻ പറഞ്ഞു. വെയിറ്റിംഗ് ഇല്ല അത്രേ, വലിയ തിരക്കൊന്നുമില്ല, വണ്ടിയാളൊന്നുമില്ല. എന്നാലും പിന്നെ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ലുലുവിൽ നിന്നാൽ പെട്ടെന്ന് ട്രിപ്പ് അടിക്കും. ഇനിയിപ്പോൾ അതാ 410 രൂപയുടെ ട്രിപ്പ്, 23 കിലോമീറ്റർ. അത് കിട്ടുമോ നോക്കട്ടെ. അത് കിട്ടിയാൽ വലിയ തിരക്കിടില്ല. പക്ഷെ സമയം കുറേ കണ്ടു കേട്ടോ. ലോങ് ടൈമാണ് കണ്ടത്. കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അത് കിട്ടിയില്ല, അതും പോയി. അപ്പോൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഇനി നമ്മൾ നേരെ പോവുക, CNG അടിക്കുക പത്തരിപ്പാലത്തു നിന്ന്. എന്നിട്ട് നമ്മൾ മൊബൈൽ ഷോപ്പിൻ്റെ അവിടെ പോവാം. ചിലപ്പോൾ 12:30 ആയില്ലേ, ചിലപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ. CNG അടിച്ചിട്ടോ 573 രൂപക്കാണ് CNG അടിച്ചത്. ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ഇതേതൊരു 1000 ആയി കിടക്കണേ. ബില്ല് 100ആണ്. അപ്പോൾ CNGയിൽ 132 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കഴിഞ്ഞതിൽ. വലിയ മൈലേജ് കിട്ടിയില്ല. ഇനി കുറച്ച് എയറും പാട് അടിക്കട്ടെ. എയർ അടിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ നമുക്കൊരു 238 രൂപയുടെ ട്രിപ്പ് അടിച്ചു 12 കിലോമീറ്ററിൻ്റെ. മാച്ചാട്ടോ വന്നത്, അത് കിട്ടിയില്ല. ഇനി വേഗം എയർ അടിക്കട്ടെ. എടപ്പള്ളിയിൽ ഇപ്രാവശ്യം പ്രഷർ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഒരു കട്ടപ്പം തന്നെ കഴിഞ്ഞോണ്ടോ. നമ്മൾ എയർ അടിച്ച് വണ്ടി കയറിയപ്പോഴത്തേന് ഒരു കട്ട പോയി. 300 മീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ മട്ടാഞ്ചേരി ഭാഗത്താട്ടോ. നമുക്ക് അതിന് ശേഷം ഒരു 2 ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് അടിച്ചത് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഒരു ചളിക്കോട്ടത്തേക്ക് അടിച്ചു 146 രൂപ. പിന്നെ ഞാനവിടെ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് ഇങ്ങനെ നേരെ ഒരു വെണ്ണല ഭാഗത്തേക്ക്, വെണ്ണലല്ല നമ്മളെ തൈക്കുടം ഭാഗത്തേക്ക് വെറുതെ കാലടിച്ച് പോയിക്കൊണ്ടിരിക്കും ഞാൻ വെറുതെ. അപ്പോൾ ഒരു 290 രൂപയുടെ ട്രിപ്പാണ് ഇപ്പോൾ ലാസ്റ്റ് അടിച്ചത്. അത് നമ്മൾ ഓടിയത് 14 കിലോമീറ്ററാണ് ഓടിയത്. 29 മിനിറ്റ് എടുത്തു. പെർ കിലോമീറ്റർ 20 രൂപ വെച്ച് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏകദേശം മട്ടാഞ്ചേരി ഭാഗത്താണ് ഉള്ളത്. ഇനി ഇവിടുന്ന് ഞാൻ ഇപ്പോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് പോന്നപ്പോൾ ഊബർ ഓഫാക്കിക്കായിരുന്നു. ഇനി ട്രിപ്പ് അടിക്കുമെന്ന് നോക്കട്ടെ. 1553 രൂപക്കാട്ടോ ഊബർ ഓടിയത് 8 ട്രിപ്പ്. നെട്ടൂർക്കൊരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. റിക്വസ്റ്റ് അക്സെപ്റ്റ് ആവുമോ നോക്കട്ടെ. ഇല്ല, അത് പോയി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണ് ലോക്കായിട്ടുണ്ടായിരുന്നു. ലോക്കൊക്കെ തുറന്ന് വന്നപ്പോഴത്തേന് സാധനം പോയതാണോ. വീണ്ടും ആ ട്രിപ്പ് തന്നെ വന്നിട്ടുണ്ട് മാച്ചായിട്ട്. ഇത് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇതും പോയി, അതും പോയി. ഇനി ഒന്നും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നിൽക്കാമായിരുന്നു. അങ്ങനെ നമുക്ക് നല്ലൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്. എയർപോർട്ടിലേക്കാണ്. അമാൻ. എത്ര 44 കിലോമീറ്റർ ഉണ്ട്. 1000 രൂപയുടെ. ഏകദേശം ഞാൻ ആ റോട്ടിലായിരുന്നു കേട്ടോ, നേരെ ഓപ്പോസിറ്റുള്ള റോട്ടിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ചെറിയ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഏതായാലും ചിലപ്പോൾ ഈ ട്രിപ്പും പാടെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് ഡെസ്റ്റിനേഷൻ ആയിട്ട് പോവാം. എത്ര കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്? 950 മീറ്റർ. അപ്പോൾ പോയി ആളെ പിക്ക് ചെയ്യട്ടെ. നമുക്ക് നേരത്തെ വന്ന മാച്ച് ട്രിപ്പ് ഉണ്ടല്ലോ, അത് വീണ്ടും ഒരു 3 വട്ടം കൂടി വന്നിട്ടുണ്ടായിരുന്നു. 204 രൂപയുടെ ട്രിപ്പ് 10 കിലോമീറ്റർ. പക്ഷേങ്കിൽ അത് എത്ര നെക്കിയിട്ടും 3 വട്ടം വന്നിട്ടും കിട്ടിയില്ല. ഏതായാലും കിട്ടാത്ത നന്നായി. നമുക്ക് 1000 രൂപയുടെ ഒരു എയർപോർട്ട് ട്രിപ്പ് കിട്ടിയാലോ. ചിലപ്പോൾ എയർപോർട്ടിൽ എത്തിയൊക്കെ റിട്ടേൺ ട്രിപ്പും കിട്ടും. ആകുമ്പാടെ കിട്ടിയാൽ ഓക്കെ, ഇന്നത്തെ പരിപാടി കഴിയും. നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ 4:59 ആയിട്ടുണ്ട് സമയം.
നമ്മൾ ഏകദേശം അത്താണിയിൽ നിന്ന് കുറച്ചെണ്ണം പോകുന്നപ്പോഴത്തേന് നമുക്കൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട് തൃപ്പൂണിത്തറക്ക്. പക്ഷേങ്കിൽ അത് എയർപോർട്ടിൽ നിന്നല്ല പിക്കപ്പ്, ഇവിടുന്ന് 2 കിലോമീറ്റർ സംതിങ് ഉള്ളൂ പിക്കപ്പ് ഉള്ളത്. അപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തുനിന്നാണ്. അപ്പോൾ വേഗം പോയിട്ട് ആളെ പിക്ക് ചെയ്യട്ടെ. അവിടെ ശരവണ ഭവൻ്റെ അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. അവിടെ ഏതൊക്കെ ലൊക്കേഷൻ തെറ്റിക്കിടക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. 520 രൂപയുടെ എന്തോ ട്രിപ്പാണ്. എയർപോർട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കിട്ടിയിരുന്നു. ഇതിപ്പോൾ പുറത്തുനിന്നായി പോയി. കുഴപ്പമില്ല, ചിലപ്പോൾ അകത്തുനിന്ന് വേറെ ട്രിപ്പ് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കേണ്ടി വരും. അതിലാറല്ലേ എല്ലാ ട്രിപ്പ് എടുത്ത് പോവാം. തൃപ്പൂണിത്തറക്കാണ്. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ്, ഈ ചെറിയ ലോക്കൽ ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് വല്ല ട്രിപ്പും അടിച്ചേന്. പിന്നെ ഇത് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറയാനൊരു പേടി. ആണെങ്കിൽ എയർപോർട്ടിലാണ് കുറച്ച് സമയമാവും എന്നൊക്കെ പറഞ്ഞാൽ ആളെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കാം. പക്ഷേ എങ്കിൽ പിന്നീട് എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി പാളും. അപ്പോൾ ഏതായാലും ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്, നമ്മൾ നിർത്തണ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി 500 റുപ്യക്ക് നമ്മൾ റിട്ടേൺ പോയാലും വലിയ പ്രശ്നമില്ല, അത്യാവശ്യം എമൗണ്ട് ആവും ഇന്നത്തത്. അപ്പോൾ ഏതായാലും പോയിട്ട് നമ്മളെ കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ. ഇവിടുന്ന് കസ്റ്റമറെ പേര് നീനു എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടോ. സമയം 6:15 ആയിട്ടുണ്ട്. നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു കളമശ്ശേരി HMD എത്തിയപ്പോൾ തന്നെ ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ട് വെച്ചു. എന്നിട്ടിപ്പോൾ വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ 2,954 രൂപക്കാട്ടോ ഇന്ന് ഏൺ ചെയ്തത്. ലാസ്റ്റ് ട്രിപ്പ് 451 രൂപക്കാണ് ഏൺ ചെയ്തത്, 30 കിലോമീറ്റർ. അതിലൊരു 4 കിലോമീറ്ററും കൂടി നമ്മൾ പോവാണ്ട്. അപ്പോൾ ആളതിൻ്റെ മുമ്പ് എന്തോ ഒരു ഹോസ്പിറ്റലിൽ എന്തോ കാണിക്കാണ്ട് കുട്ടീനെ. അപ്പോൾ ഇവിടെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നഷ്ടമാവോ എന്താ എനിക്കറിയില്ല. 572 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത്, 451 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ടോട്ടൽ ഓടിയ കിലോമീറ്റർ CNG അടിച്ചിട്ട് 102 കിലോമീറ്റർ ഓടി. ബിയിൽ നമ്മൾ 202 കിലോമീറ്റർ ആട്ടുന്നു ടോട്ടൽ ഓടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ എടുത്തത് 13 ട്രിപ്പാണ്. ഊബറിൽ 10 ട്രിപ്പും റാപ്പിഡോയിൽ 2 ട്രിപ്പും യാത്രയിൽ 1 ട്രിപ്പുമാണ് ഇന്ന് നമ്മൾ എടുത്തത്. അപ്പോൾ ഏകദേശം 6:16 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടികൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്, നേരെ റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് ട്രിപ്പ് അടിച്ചാൽ എടുത്ത് ഓടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു പോക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഏകദേശം ചിറ്റേത്തുകര എത്തിയപ്പോൾ ഊബറിൽ 2 വട്ടം ട്രിപ്പ് അടിച്ച് മാച്ചായിട്ട് അടിച്ച് നമ്മളെ ചോറ്റാനിക്കര ഭാഗത്തേക്ക് അടിച്ചത്. അപ്പോൾ ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ട് മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് ട്രിപ്പായിട്ട് വരുന്നതിന് മുമ്പ് ഞാനത് ഓഫ് ചെയ്തിട്ട് പിന്നെ റാപ്പിഡോ യാത്രയായിരുന്നു. അതിൽ റാപ്പിഡോൻ്റെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാത്ര ഇവിടെ എത്താൻ നേരത്ത് ഒരു 2 കിലോമീറ്ററിൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആളെ ഫ്ലാറ്റിലാണ് ഉള്ളത്, പിക്ക് ചെയ്യാൻ വന്നിക്കാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ആളും ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത്. അപ്പോൾ ആൾ മെസ്സേജ് അയച്ചതാണിത്, മറ്റേ കമ്മിങ് 2 മിനിറ്റ്, പോകല്ലേ, ലിഫ്റ്റ് കയറാൻ നിൽക്കുക. അപ്പോൾ ഓക്കെ എന്നിട്ടിട്ടുണ്ട്. ആളിപ്പോൾ വരും, 2 മിനിറ്റ് കൊണ്ട് വരുമായിരിക്കും എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഞാനിപ്പോൾ ഇവിടെ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മളെ തൃക്കാക്കര കാക്കനാട് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഒരു പെണ്ണായിരുന്നു. അപ്പോൾ ആൾ വണ്ടി കയറിയിട്ട് ഞാൻ അങ്ങനെ ചോദിച്ചു, ആ മെസ്സേജ് വിട്ടിനെ പറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ എന്താ പോലീസ് സ്റ്റേഷനിൽ എന്താ കംപ്ലയിൻറ്റ് കൊടുക്കാൻ, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ആ കംപ്ലയിൻറ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ കംപ്ലയിൻറ്റ് ചോദിച്ചപ്പോഴേ എന്നോട് ആദ്യം എന്തോ ഒരു ചെറിയൊരു വാക്കിൽ ഒതുക്കണം എന്തോ സംഭവം പറഞ്ഞു. ഒരു പെൺകുട്ടി എന്നെ എന്തോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ എന്താ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ് ആൾ ഇൻഫോ പാർക്കിൽ എവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളെ ഓഫീസിൽ ഒരു ചേച്ചി ഉണ്ട്. പിന്നെ ചേച്ചി എന്നാണ് പറഞ്ഞത്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു ചേച്ചി. ഇവർക്കൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് കിട്ടേണ്ട പ്രൊമോഷനായിരുന്നു. പിന്നെ എന്തൊക്കെ സംഭവങ്ങളായപ്പോൾ ഈ ആൾക്കാണ് കിട്ടിയത് പ്രൊമോഷന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തോ കുയിന്ത് പിടിച്ചിട്ട് എന്തൊക്കെയാണ് കാണിക്കുക, ഫോണിൽ വിളിച്ചിട്ട് ശല്യം ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെതിരെയാണ് കംപ്ലയിൻറ്റ് കൊടുക്കണേ പറഞ്ഞത്. എന്തൊക്കെ വിധ കംപ്ലയിൻറ്റുകളല്ലേ. പിന്നെ അപ്പോൾ ഏതായാലും ആളെ ഡ്രോപ്പ് ചെയ്തു. 140 രൂപയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിർത്തി. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞ് ആ വൈഫൈ ഒന്ന് ഷെയർ ചെയ്യുക ചോദിച്ചു. അപ്പോൾ നെറ്റില്ല ഫോണിൽ. അപ്പോൾ 146 വെയിറ്റിങ്ങിൻ്റെ ടൈമും പാടെ കൂടിക്കണോണ്ട്. അപ്പോൾ 140 ഇട്ടിക്കണേ. സംഭവം എന്താ വെച്ചാൽ അവരിൽ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് തോന്നണേ, എന്താ അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ യാത്രീൻ്റെ ആപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടാവില്ല, ബുക്ക് ചെയ്തപ്പോൾ ഉള്ള റേറ്റ് ഉണ്ടാവില്ല, അത് മനസ്സിലുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഇട്ടതായിരിക്കും. പിന്നെ ഞാൻ 6 രൂപ വാങ്ങാൻ നിന്നില്ല, നെറ്റൊക്കെ ഇല്ലാത്ത ഫോണല്ലേ, ഹോട്ട്സ്പോട്ടൊക്കെ എടുത്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ 6 ഞാൻ വാങ്ങിയില്ല. പിന്നെ ആകെ 2 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചു. 6:59 കേട്ടോ. നല്ല ഇരുട്ടായിട്ടുണ്ട്. ഞാനൊരു 8 മണിയൊക്കെ ആയിക്കൊണ്ടെന്നാണ് വിചാരിച്ചത്. 7 മണിയായി, കറക്റ്റ് 7 മണിയായി. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നാളെ കാണാം.